കൊച്ചി കോർപ്പറേഷൻ UDF സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതിഫലിച്ചത് നേതാക്കളുടെ വ്യക്തി താൽപര്യമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. യുവാക്കൾക്ക് മത്സരിക്കാൻ അവസരം നൽകാതിരുന്നത് പ്രതിഷേധാർഹമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സഞ്ജയ് ജെയിംസ് പറഞ്ഞു. തല്ലുകൊള്ളാനും സമരം ചെയ്യാനും മാത്രം വേണ്ടിയുള്ളവരല്ല യൂത്ത് കോൺഗ്രസുകാരെന്നും സംസ്ഥാന സെക്രട്ടറി സഞ്ജയ് ജെയിംസ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. നേരത്തെ തിയോഫിൻ പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയാണ്. എന്തൊക്കെയാണ് സഞ്ജയ് ജെയിംസിന് കൈരളിയോട് പറയാനുള്ളത് കേൾക്കാം. കൊച്ചി കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം പാർട്ടിക്കകത്തുണ്ടായി. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. അതിന് കാരണമായി അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കൾക്ക് ഒരു പരിഗണനയും നൽകിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്സാണ് അത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി ഇതിനകം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ സഞ്ജയ് ജെയിംസ് കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. സഞ്ജയ്, യൂത്ത് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രാധാന്യ യുവാക്കൾക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് പരാതി, അല്ലേ? അതെ, KPCCയുടെ ഒരു സർക്കുലർ ഉണ്ട്. യുവാക്കളെ പരിഗണിക്കണം, പോഷക സംഘടനകളായ യൂത്ത് കോൺഗ്രസിനും KSUവിനും എല്ലാം പ്രാതിനിധ്യം കൊടുക്കണമെന്ന് ഒരു സർക്കുലർ ഉള്ളതാണ്. ഇവിടെ എറണാകുളം DCCയിൽ കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് മത്സരിക്കാനുള്ളവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള 5 പേരുടെ ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ 40 ലിസ്റ്റ് വന്നപ്പോൾ 4 പേരെ അവർ കട്ട് ചെയ്തു. അവസാന ലിസ്റ്റിലുണ്ടായിരുന്ന ലാപ്പിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നതാണ്. സംസ്ഥാന ഭാരവാഹിയായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് ബ്ലോക്ക് പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, ബ്ലോക്ക് ഭാരവാഹികളുണ്ടായിരുന്നു. അപ്പോൾ ഈ യാതൊരുവിധ ഒരു പരിഗണനയും യൂത്ത് കോൺഗ്രസിന് അവർ ലിസ്റ്റിൽ പരിഗണിച്ചില്ല. ഇത് ആരാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ DCC പ്രസിഡന്റ് ആഘോഷിച്ചിട്ടാണോ, എന്താണ്? DCC പ്രസിഡൻറ്റും ഇവിടുത്തെ MLA MP UDF ചെയർമാൻ മറ്റ് വ്യക്തികൾ അടങ്ങുന്ന ഒരു കോർ കമ്മിറ്റിയാണ് ഇത് രൂപപ്പെട്ട് ഇതിൻ്റെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇവർക്കെല്ലാവർക്കും അതിൻ്റെ അകത്തൊരു പങ്കുള്ളതാണ്. അതായത് ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അവരെ തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാകുമ്പോൾ നിങ്ങളെല്ലാം ഒഴിവായി പോയതാണോ? ഗ്രൂപ്പാണോ വ്യക്തി താല്പര്യമാണോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചില സ്ഥലത്ത് ഗ്രൂപ്പുകളുടെ ഒരു റേഷ്യോ വന്നിട്ടുണ്ട്, ചില സ്ഥലത്ത് ഗ്രൂപ്പ് അല്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പാണെന്ന് വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റില്ല. ചില വ്യക്തി താല്പര്യങ്ങളിലാണ് മെയിനായിട്ടിത് സ്ഥാനാർത്ഥിത്വം കൊടുത്തിരിക്കുന്നത്. 2 തവണ തോറ്റ വ്യക്തികൾക്ക് വരെ സീറ്റ് കൊടുത്തിട്ടുള്ളതാണ്. LDFിനെ സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോഴേ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ അതിലുണ്ട്. അതെ, തീർച്ചയായിട്ടും എല്ലാം നമുക്ക് കണ്ടുപഠിക്കണമല്ലോ. നമുക്ക് പാർട്ടിയാണ് നമ്മൾ വലുത്, വ്യക്തികളല്ല. ഇപ്പോഴുള്ള ഈ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു അതൃപ്തി അത് നേതൃത്വത്തിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ പരാതി പറയുകയോ ചെയ്തിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റിയിൽ നമ്മളിത് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡൻറ്റിനെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡൻറ്റ് അവസാന ഘട്ടത്തിൽ സംസ്ഥാന പ്രസിഡൻറ്റ് നേരിട്ട് വന്ന് പറഞ്ഞിട്ട് പോലും പരിഗണിക്കാത്തൊരു ലിസ്റ്റായിരുന്നത്. അപ്പം നമുക്ക് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് തല്ലുകൊള്ളാനും അടികൊള്ളാനും എല്ലാം മാത്രമല്ല, ഈ വോട്ടർ പട്ടിക ചേർക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ്സുകാർ രാവുമ്പകലും പ്രയത്നിച്ച് വോട്ടുകളാക്കി കഴിഞ്ഞപ്പോൾ അത് മത്സരിക്കാൻ വേറെ ആൾക്കാരാണ് അതിൻ്റെ അകത്ത് വരുന്നത്. യൂത്ത് കോൺഗ്രസിന് എന്ത് ഇവർ പരിഗണിക്കാത്തത്? അതറിഞ്ഞിട്ട് മുന്നോട്ട് പോകാം, ഒരു കുഴപ്പമില്ല. എറണാകുളം ജില്ലയുടെ ഒരു പ്രത്യേകതയായിട്ട് കണ്ടതേ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു തട്ടകം കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു പരാതി നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. പ്രതിപക്ഷ നേതാവ് കോർപ്പറേഷൻ്റെ ചാർജുള്ള ആയിരുന്നു. ഞങ്ങൾ പല രീതിയിലും പ്രതിപക്ഷ നേതാവിനെ കണ്ടായിരുന്നു ഇലക്ഷന് മുമ്പായിട്ട്. യൂത്ത് കോൺഗ്രസിന് പ്രാതിനിധ്യം ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. എന്തുകൊണ്ടത് ഉണ്ടായില്ലെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. തീർച്ചയായിട്ടും തല്ലുകൊള്ളാനും സമരത്തിനും വേണ്ടി മാത്രമല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അഫ്സലിനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.